ഓഫ് ചെയ്തോ? ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലിലേക്കും സ്വാഗതം. നമ്മുടെ കൂട്ടത്തിൽ സാധാരണക്കാർ വളരെയധികം ഉപയോഗിക്കുന്നൊരു വാഹനമാണ് പോക്കറ്റ് റോക്കറ്റ് എന്നറിയപ്പെടുന്ന ആ ഒരു സ്വിഫ്റ്റിൻ്റെ ജ്യേഷ്ഠനായ ഈ ഒരു ഡിസൈർ. ഇപ്പോൾ സ്വിഫ്റ്റിന് സമാനമായിട്ടുള്ള മെക്കാനിക്കൽ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഡിസൈറിലും വരുന്നത്. നിങ്ങളിപ്പം ഈ ഒരു വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടല്ലോ, ഇത് കണക്കല്ലായിരുന്നു ഈ ഒരു വണ്ടി സ്റ്റാർട്ടായിക്കൊണ്ടിരുന്നത്. ഇത് സ്റ്റാർട്ടാകുന്നത് വെച്ചാൽ ലോങ് സെൽഫായിരുന്നു, ഒരുപാട് കറങ്ങിയാണ് സ്റ്റാർട്ടാവുന്നത്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ സ്റ്റാർട്ടാകാറില്ല എന്നുള്ളതാണ്. അതുപോലെ ഇതിൽ ഓട്ടത്തിൽ ഒരു വാർണിംഗ് ലൈറ്റും വരുമായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ഇത്തരത്തിൽ സ്വിഫ്റ്റ് ഡിസൈറൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അതായത് സ്റ്റാർട്ടിംഗ് ഡിലേ, ലോങ് സെൽഫ്, അത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും എന്തിനെയൊക്കെ സംശയിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. സിമ്പിളായിട്ട് നമ്മളെ വണ്ടിയുടെ എഞ്ചിൻ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ടാങ്കിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ അല്ലെങ്കിൽ വണ്ടിയുടെ പിൻഭാഗത്ത് നിന്ന് എന്നൊരു മൂളിൽ ഒരു 5 അല്ലെങ്കിൽ 4 സെക്കൻഡ് കേട്ടിട്ട് തന്നെ കട്ടാവും. ചിലതൊക്കെ 6-7 സെക്കൻഡൊക്കെ കേൾക്കും. അത് ഓരോ വണ്ടികളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു 4 അല്ലെങ്കിൽ 5 സെക്കൻഡ് കേട്ടിട്ട് കട്ടാവും. അത് പിന്നെയും നമ്മൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയും ആ ഒരു ശബ്ദം കേട്ട് വീണ്ടും കട്ടാവും. അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ശബ്ദം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ടാങ്കിൻ്റെ അകത്ത് വരുന്ന ഇലക്ട്രിക്കൽ ഫീഡ് പമ്പ്, ഒരു ഇലക്ട്രിക്കൽ പമ്പുണ്ട്. ആ ഇലക്ട്രിക്കൽ പമ്പാണ് ഫ്യൂവലിനെ സക്ക് ചെയ്ത് നേരെ ഹൈ പ്രഷർ പമ്പിലേക്ക് കൊടുക്കുന്നത്. ഡീസൽ ഫിൽറ്റർ വഴി ഹൈ പ്രഷർ പമ്പിലേക്ക് കൊടുക്കുന്നത്. സൗണ്ട് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ചാൽ നമ്മളെ വാഹനത്തിൽ വരുന്ന ഫീഡ് പമ്പ് പ്രോപ്പറായിട്ട് വർക്കാകുന്നില്ല എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഫീഡ് പമ്പ് കംപ്ലൈൻ്റ് ആവാം, അതല്ലെങ്കിൽ അതിൻ്റെ ലൈൻ കംപ്ലൈൻ്റ് ആവാം. ഈ ഒരു പ്ലാപ്പിളക്കി നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ലൈൻ വരുന്നുണ്ട്. ആ ഒരു ലൈനിൻ്റെ സോക്കറ്റ് ഊരി നമുക്ക് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാൻ പറ്റും. അതിന് ലൈൻ കൃത്യമായിട്ട് കറണ്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അതിൽ കറണ്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ടാങ്കിലുള്ള പമ്പിൻ്റെ തന്നെ പ്രശ്നമായിരിക്കും. പമ്പ് സെപ്പറേറ്റ് മാറാൻ പറ്റും. എനിക്ക് തോന്നുന്നു പമ്പിനൊരു 3000 രൂപ 3200 രൂപയ്ക്ക് അകത്താണ് വിലയെന്നാണ് എനിക്ക് തോന്നുന്നത്. അസംബ്ലി ആയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല വില വരും. പമ്പ് മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ടാങ്കിൻ്റെ അകത്തുള്ള ഫീഡ് പമ്പ് വർക്കാവാതിരുന്നാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരാം. ടാങ്കിൻ്റെ അകത്തുള്ള ഫീഡ് പമ്പ് വർക്കാവാതിരിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് വെച്ചാൽ റിലേ, രണ്ടാമത്തെ വെച്ചാൽ ഫ്യൂസ്, മൂന്നാമത്തെ വെച്ചാൽ വയറിങ്ങിൻ്റെ എന്തെങ്കിലും വിഷയം, കോൺടാക്ട്സിൻ്റെ എന്തെങ്കിലും വിഷയം. അതല്ല എന്നുണ്ടെങ്കിൽ ടാങ്കിൽ വരുന്ന ആ ഫീഡ് പമ്പ് ഡാമേജ് ആവുന്ന കേസ് കേട്ട് കൂടുതലും കൃത്യമായിട്ട് എണ്ണയൊന്നുമില്ലാതെ ഡീസലൊന്നും പ്രോപ്പറായിട്ട് അടിക്കാതെയൊക്കെ ഇട്ട് ഓടുന്ന വണ്ടികളിൽ ഫീഡ് പമ്പ് അധികം നാൾ കിടക്കില്ല എന്നുള്ളതാണ്. ഇനിയിപ്പം അത് നമ്മൾ നോക്കി അത് കൃത്യമായിട്ട് ഡീസൽ വരുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൽ വരുന്ന മെയിൻ ലൈനിൽ കൃത്യമായിട്ട് ഡീസൽ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് ഈ ഒരു ലൈൻ ഊരി വിട്ട് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഊരി വിട്ടിട്ട് ഒരു കുപ്പിയോ എന്തെങ്കിലും അങ്ങോട്ട് കയറ്റി വെച്ച് എൻജിൻ സ്വിച്ച് നൈസിലൊന്ന് ഓൺ ചെയ്ത് നോക്കുക. ഓഫ് ചെയ്തോ? ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട കണക്ക് വരും. പക്ഷേ ഈ കണ്ടത് ഫോഴ്സ് കുറവാണ്. അതായത് ഫീഡ് പമ്പിന് സംതിങ് എന്തോ പ്രശ്നമുണ്ട്. ഇങ്ങനെയല്ല, കുറച്ചും കൂടെ ഫോഴ്സിൽ നല്ല ഇത്തിരി എന്നും പറഞ്ഞ് നല്ല ഇത്തിരി ഫോഴ്സിലായിരിക്കും വരുന്നത്. ആ ഒരു ഫോഴ്സ് ഈ ഒരു വണ്ടിയിൽ, അതായത് ഈ ഒരു വണ്ടിയിൽ ആ ഒരു പമ്പിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഫോഴ്സ് കുറവാണ്. പക്ഷേ ഈ ഫോഴ്സ് കുറയാൻ വേറൊരു സാഹചര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡീസൽ ഫിൽറ്റർ ഇപ്പം നമ്മൾ മാറാതേക്കിട്ട് ഓടുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഫോഴ്സ് കുറവ് വരാനുള്ള സാഹചര്യമുണ്ട്. ഈ ഒരു ഡീസൽ ഫിൽറ്ററിന് അടവ് വരികയും നമ്മൾ ഡീസൽ ഫിൽറ്റർ മാറാതെ ഇട്ട് ഓടുമ്പോഴത്തേക്ക് വരുന്ന വിഷയം എന്ന് വെച്ചാൽ ടാങ്കിൽ നിന്നും വരുന്ന ആ ഒരു, അതായത് ഫീഡ് പമ്പ് ചെയ്ത് നേരെ ഫിൽറ്റർ വഴി ഈ ഒരു ഹൈ പ്രഷർ പമ്പിലേക്ക് വരുന്ന ആ ഒരു ഡീസലിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ ഡീസൽ ഫിൽറ്റർ അടവാണെങ്കിൽ ഒരു ബാക്ക് പ്രഷർ, അതായത് ഒരു പുറകോട്ടൊരു തള്ളൽ എന്തായാലും നമ്മളെ വാഹനത്തിൽ വരുന്ന അല്ലെങ്കിൽ ടാങ്കിൽ വരുന്ന ഫീഡ് പമ്പിനുണ്ടാവും. അങ്ങനെ ഫീഡ് പമ്പ് വീക്കാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇപ്പം നിങ്ങൾ കണ്ടത് ഫോഴ്സ് കുറവാണ്. ഇത് ഡീസൽ ഫിൽറ്ററോ അതല്ല എന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഫീഡ് പമ്പിനോ വിഷയമുണ്ടാകാം. ഇപ്പോൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ടാങ്ക് ഇളക്കുക, ആ ഒരു പമ്പ് ചെക്ക് ചെയ്യുക. പമ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ഒരു പുതിയ പമ്പ് വാങ്ങിച്ച് സെറ്റ് ചെയ്ത് ഡീസൽ ഫിൽറ്റർ മാറി ഫോഴ്സ് കറക്റ്റായോ എന്നുള്ളത് നോക്കുക. ടാങ്കിനകത്തുള്ള ഇലക്ട്രിക്കൽ പമ്പിൽ നിന്ന് വരുന്ന പ്രഷറും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, കൃത്യമായിട്ട് പമ്പ് വരെ എത്തുന്നുണ്ട്. എന്നാൽ ലോങ് സെൽഫ് ഉണ്ട്, അതല്ലെങ്കിൽ സ്റ്റാർട്ടാകുന്നില്ല. സംശയിക്കേണ്ടുള്ള സാധനം ഈ വരുന്ന ഹൈ പ്രഷർ പമ്പാണ്. ഈ കാണുന്ന ഹൈ പ്രഷർ പമ്പ്.
നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡീസൽ പമ്പ്, അതായത് ഹൈ പ്രഷർ പമ്പ്. വേണ്ട, ഇതിൻ്റെ ഭാഗത്തോട് നോക്കുകയാണെങ്കിൽ 1 2 3 പ്ലഞ്ചറുകൾ വരുന്ന ഭാഗങ്ങൾ കാണാം. അതായത് നമ്മളെ വാഹനത്തിൽ വരുന്ന പിസ്റ്റണൊക്കെ വരുന്നില്ലേ, അതുപോലെ ഒരു സെറ്റപ്പാണ്. അപ്പം ഇതാണ് ശക്തമായ രീതിയിൽ, അതായത് എഞ്ചിൻ കറങ്ങുന്നതിനനുസരിച്ച് അതിൽ നിന്ന് റൊട്ടേഷൻ കിട്ടിയിട്ട്, അതായത് ഇത് വരുന്ന ഭാഗം എന്ന് വെച്ചാൽ എക്സോസ്റ്റ് ക്യാമ്പിൻ്റെ അറ്റഭാഗത്തായിട്ടാണ്, ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു പമ്പ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാം ഷാഫ്റ്റിൽ നിന്നാണ് ഇതിനാവശ്യമായ ഡ്രൈവ് കിട്ടുന്നത്. ഈ പ്ലഞ്ചറുകൾ കംപ്രസ് ചെയ്ത് ഇതിൻ്റെ ഡീസൽ, ഈ പമ്പിലോട്ട് വരുന്ന ഡീസൽ ഹൈ പ്രഷർ ചെയ്ത് കോമൺ റെയിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കോമൺ റെയിലിൽ നിന്ന് നേരെ ഇഞ്ചക്ടറിലോട്ട് പോകുന്നു. ഇതാണ് ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പ്. കണ്ടോ? അപ്പോൾ ഈ ഒരു ഹൈ പ്രഷർ പമ്പ് പ്രോപ്പറായിട്ട് വർക്കാണോ എന്ന് കൺഫേം ചെയ്യാനൊരു എളുപ്പമാർഗ്ഗം എന്ന് വെച്ചാൽ, ഹൈ പ്രഷർ പമ്പിൽ നിന്ന് വരുന്ന ലൈൻ ദാണ്ടെ 14ൻ്റെ ഒരു അഡാപ്റ്റർ വരുന്ന ഒരു ലൈൻ ദാണ്ടെ ഇവിടുന്ന്, അതായത് ഈ ഹൈ പ്രഷർ പമ്പിലോട്ട് വരുന്ന ഡീസലിനെ ഹൈ പ്രഷർ ചെയ്ത് ഈ ഒരു ലൈൻ വഴി, ഈ ഒരു പൈപ്പ് വഴി നേരെ വന്ന് ഈ കാണുന്ന കോമൺ റെയിലാണ് ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കോമൺ റെയിൽ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇതിലാണ് ഇത് ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ മറ്റൊരു മാർഗ്ഗം കൂടിയാണ്. അതായത് ഈ ഒരു ഹൈ പ്രഷർ പമ്പിന് എന്തെങ്കിലും സീനുണ്ടോ പ്രശ്നമുണ്ടോ എന്നറിയാൻ വേറൊരു മാർഗ്ഗം കൂടിയുണ്ട്. അതായത് നമ്മൾ ഹൈ പ്രഷർ പമ്പിൻ്റെ അല്ലെങ്കിൽ കോമൺ റെയിൽ പ്രഷർ സ്വിച്ചിൻ്റെ അല്ലെങ്കിൽ ഡീസൽ പ്രഷർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്കാനിങ് ടൂൾ വഴി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയും കൺഫേം ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് മാനുവലി നമുക്ക് കൺഫേം ചെയ്യാനുള്ളൊരു എളുപ്പമാർഗ്ഗമാണ്. ഈ ഒരു ലൈൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഇതുപോലെ മാറ്റി പിടിക്കണേ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഡീസലിൻ്റെ വിഷയം എന്ന് വെച്ചാൽ, ഇതിലിപ്പം നമ്മൾ ഫീഡ് പമ്പിൽ വരുന്ന ഡീസൽ ഈ ഒരു ഹൈ പ്രഷർ പമ്പിൽ ലോഡായിട്ട് ഈ ഒരു ലൈൻ വഴി എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ആ ഒരു ഡീസലിനെയാണ് ഹൈ പ്രഷർ പമ്പ് ഹൈ പ്രഷറിൽ പ്രഷർ ചെയ്ത് എഞ്ചിനിലേക്ക് അല്ലെങ്കിൽ കോമൺ റെയിലേക്ക് കൊടുക്കുന്നത്. മതി, കൈയെടുത്തേ, ഓൺ ചെയ്തേ, സെൽഫ് അടിച്ചേ, മതി, ഓഫ് ചെയ്തോ. ഈ ഒരു രീതിയിൽ ഹൈ പ്രഷറിൽ പ്രഷർ ചെയ്താണ് കോമൺ റെയിലോട്ട് എത്തിക്കുന്നത്. നമ്മൾ സെൽഫ് അടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ കണ്ട കണക്ക് നല്ല പ്രഷറിൽ ഡീസൽ കൃത്യമായിട്ട് കോമൺ റെയിലോട്ട് ചെല്ലുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാനിങ്ങിൽ കൂടെ അറിയാൻ പറ്റും. ലൈവ് ഡേറ്റ എടുത്തുകൊണ്ട് സെൽഫ് അടിക്കുമ്പോഴത്തേക്ക് റെയിൽ പ്രഷർ എത്ര ബാറിൽ വരെ വരുന്നുണ്ട്, കൃത്യമായിട്ട് സ്റ്റാർട്ടിംഗ് ബാർ വരെ വന്ന് കൃത്യമായിട്ട് സ്റ്റാർട്ട് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ സ്റ്റാർട്ടിംഗ് ബാറിലോട്ട് വരാൻ ടൈം എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ചും നമ്മളെ വണ്ടിയുടെ പമ്പിന് എന്തെങ്കിലും വിഷയമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പമ്പും ഓക്കെയാണ്, പക്കാണ്. എന്നാലും ഈ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഇഷ്യൂ പിന്നെയും കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ സെൻസറുകൾ സംശയിക്കാം. സെൻസറുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് സെൻസറിനൊക്കെ എന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ കൃത്യമായിട്ട് സ്കാനിങ്ങിൽ അറിയാൻ കഴിയും. ഇതിൽ ക്യാം പൊസിഷൻ സെൻസർ എന്തെങ്കിലും രീതിയിലുള്ള വിഷയമുണ്ടെങ്കിൽ ഇത്തരത്തിൽ സ്റ്റാർട്ടിംഗ് ഡിലേയും സ്റ്റാർട്ടിംഗ് ഇഷ്യൂവും കാണിക്കും. അത് കണക്കിന് ക്രാങ്ക് പൊസിഷൻ സെൻസറും. ക്യാം പൊസിഷൻ സെൻസറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, സ്റ്റാർട്ടാകാൻ മാത്രം സഹായിക്കുന്ന ഒരു സെൻസറാണ്. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അതിൽ കാര്യമായ പ്രവർത്തനമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്യാം പൊസിഷൻ സെൻസർ എല്ലാ വണ്ടിയുടെയും കാര്യമല്ല, ഈ വണ്ടിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം ക്യാം പൊസിഷൻ സെൻസറിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഒരു 4-5 റൗണ്ടൊക്കെ ഇറങ്ങി ചിലപ്പോഴെങ്കിലും സ്റ്റാർട്ടായി വണ്ടി കിടന്ന് ഓടും. പക്ഷേ അത് കൃത്യമായിട്ട് നമുക്ക് സ്കാനിങ് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോമൺ റെയിൽ പ്രഷർ സ്വിച്ച് ഒന്ന് എടുത്തോട്ട് വന്നു തന്നെ. ഈ ഒരു ഭാഗത്തായിട്ടാണ് കോമൺ റെയിൽ പ്രഷർ സ്വിച്ച് കാണുന്നത്. ഈ കാണുന്നതാണ് കോമൺ റെയിൽ പ്രഷർ സ്വിച്ച്. കോമൺ റെയിലിൽ വരുന്ന ഡീസൽ എത്രത്തോളം പ്രഷറിലുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പ്രഷറിലാണ് വരുന്നതെന്ന് ECMനെ അറിയിക്കാനും കൃത്യമായ പ്രഷറിൽ ആയതിനു ശേഷം മാത്രമേ ഇഞ്ചക്ടറിലോട്ട് കറണ്ടും കൊടുക്കുകയുള്ളൂ. അപ്പം കോമൺ റെയിൽ പ്രഷർ സ്വിച്ചിന്, ഈ ഒരു ഡീസൽ പ്രഷർ സ്വിച്ചിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഇത് തീർച്ചയായിട്ടും സ്റ്റാർട്ടിംഗ് ട്രബിളോ അതല്ലെങ്കിൽ ഓട്ടത്തിൽ ഓഫാവുന്ന പ്രശ്നമോ അല്ലെങ്കിൽ സ്റ്റാർട്ടാവാതിരിക്കാനുള്ള വിഷയങ്ങളോ ഒക്കെ വരാം. ലൈൻ്റെ വിഷയമോ സെൻസർ ഷോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു മാൾ ഫങ്ഷൻ ലൈറ്റ്, MIL ലൈറ്റ് കൃത്യമായിട്ട് ക്ലസ്റ്റർ ബോഡി വരും. നമുക്ക് സ്കാൻ ചെയ്ത് കംപ്ലയിൻറ്റ് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇനി വരുന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ വാഹനത്തിൻ്റെ ഇഞ്ചക്ടറിൻ്റെ ഓവർഫ്ലോ, ഇഞ്ചക്ടർ ഏതെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട്, ഓവർഫ്ലോ കൂടുതലാണെങ്കിൽ ഉറപ്പായും സ്റ്റാർട്ടിംഗ് ഡിലേ വരും. സ്റ്റാർട്ടിംഗ് ട്രബിൾ വരാൻ സാധ്യതയില്ല, അതായത് സ്റ്റാർട്ടാവാതിരിക്കാനുള്ള സാധ്യതയില്ല, പക്ഷേ സ്റ്റാർട്ടിംഗ് ഡിലേ വരും. അത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ലൊരു ടെക്നീഷ്യനൊക്കെ ആണെങ്കിൽ, ഈ പറഞ്ഞ പണികൾ മൊത്തവും കൂടുതലും ടെക്നീഷ്യന്മാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചാൽ മതി. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്തോട്ട് തന്നെ ഈ ഒരു സോക്കറ്റ് ഊരുക, ജസ്റ്റ് ലൈൻ ഊരിയിടുക. 3 ലൈൻ ഊരിയിട്ട് ഇതിൻ്റെ ഓവർഫ്ലോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഇഞ്ചക്ടറിന് ഓവർഫ്ലോ കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ സ്റ്റാർട്ടാവാനുള്ള താമസം കാണിക്കും. കാര്യം എന്ന് വെച്ചാൽ ഡീസലിൻ്റെ പ്രഷർ കുറയുന്നത് കൊണ്ടാണ് ആ സ്റ്റാർട്ടിംഗ് ട്രബിൾ കാണിക്കുന്നത്. നമ്മൾ ചാവി ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ
ആ ഒരു സർവീസ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ ഇമ്മൊബിലൈസറിൻ്റെ ഇഷ്യൂ ഉണ്ടാകാം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇമ്മൊബിലൈസറിൻ്റെ ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് ക്ലസ്റ്റർ ബോഡി നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ ഒരു സർവീസ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ, കൂടുതലായിട്ട് കിടന്ന് ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇമ്മൊബിലൈസറിൻ്റെ ഇഷ്യൂ ഉണ്ടാകാം എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. അതുപോലെ നമ്മളിപ്പം ഒരു വണ്ടി സർവീസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക്, ഇത്തരം വിഷയങ്ങളിലേക്ക് സർവീസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഒരു മെക്കാനിക്കിനെ സംബന്ധിച്ച് അത്യാവശ്യം ഒരു സ്കാനിങ് ടൂള് കയ്യിലുണ്ടായിരിക്കണം. സ്കാൻ ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് അത് എന്താണ് എന്നുള്ള പ്രശ്നം നമുക്ക് കൃത്യമായിട്ട് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ട് ചെന്നിട്ട് ടെക്നീഷ്യൻ ഇതൊക്കെ നോക്കിയിട്ട് ഇന്ന കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് എന്നറിയാതെ നിങ്ങൾക്കും കൺഫ്യൂഷനാവും, നിങ്ങൾ ചിലപ്പം ടെക്നീഷ്യനെയും കൺഫ്യൂഷനാക്കും. നിങ്ങളിതൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്ത ശേഷം ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും വാഹനങ്ങൾ കൊണ്ട് നടക്കുന്ന ആൾക്കാർ ആ വാഹനത്തിൻ്റെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇപ്പം വഴിയിലേക്ക് കിടന്ന് നിങ്ങൾ ബുദ്ധിമുട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അങ്ങനെ അത്യാവശ്യം ഇപ്പോൾ ടയർ ചേഞ്ചിങ് പോലുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ